കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി വൈശാഖിനെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. എന്നാൽ തനിക്ക് കുറ്റബോധമുണ്ടെന്നും ഒരുമിച്ച് മരിക്കാനായിരുന്നു തങ്ങൾ തീരുമാനിച്ചതെന്നും പ്രതി വൈശാഖൻ പറഞ്ഞു. പെൺസുഹൃത്തായ യുവതിയെയാണ് ഈ മാസം 24-ാം തീയതി കോഴിക്കോട് മൂരിക്കരയിലെ തന്റെ സ്ഥാപനത്തിൽ വിളിച്ചുവരുത്തി ഒരുമിച്ച് തൂങ്ങി മരിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രതി വൈശാഖൻ കൊലപ്പെടുത്തിയത്. ആത്മഹത്യ എന്ന് വിചാരിച്ചെങ്കിലും കടയിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കൊലപാതകം നടന്ന കടയിൽ എലത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് പ്രതിയെ കടയിലെത്തിച്ചും യുവതിക്ക് നൽകിയ ജ്യൂസ് വാങ്ങിയ ബേക്കറിയിലും ഉറക്കുഗുളിക വാങ്ങിയ മെഡിക്കൽ സ്റ്റോറിലും എത്തിച്ചും എലത്തൂർ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. യുവതിയെ കടയിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തനിക്ക് കുറ്റബോധമുണ്ടെന്നും ഒരുമിച്ച് മരിക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നതെന്നും വിവരങ്ങളൊക്കെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നുവെന്നും പ്രതി വൈശാഖൻ പറഞ്ഞു. കൊലപാതകമല്ലായിരുന്നു, ഞങ്ങൾ രണ്ടാളോ സൂയിസൈഡ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. പോലീസ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാന്നായിരുന്നു തീരുമാനിച്ചത്. വൈശാഖനാണോ കൊല ചെയ്തിട്ടുള്ളത്? കൊലപാതകമല്ലായിരുന്നു, ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചായിരുന്നു. ഞാൻ മരിച്ചില്ല, അവള് മരിച്ചു. പ്രതി ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. മരിച്ചതിനു ശേഷം യുവതിയുടെ മൃതശരീരത്തോട് പ്രതി ലൈംഗിക ബന്ധം നടത്തി. യുവതിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ഇയാൾ പ്രണയം നടിച്ച് വലയിലാക്കിയത്. കൊലപാതകം, പീഡനം എന്നീ വകുപ്പുകൾക്ക് പുറമെ പോക്സോ വകുപ്പും പോലീസ് ചുമത്തിയിട്ടുണ്ട്. അടുത്ത മാസം 2-ാം തീയതി വരെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ തുടരും. വിദഗ്ധ അന്വേഷണം ആവശ്യമായതിനാൽ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.